പ്രസംഗമാണ്. 24-ാം വാക്യത്തിൽ കടന്നു വരുമ്പോൾ അവിടെ കാണുന്നത് യേശു തൻ്റെ പർവ്വത പ്രസംഗം അവസാനിപ്പിക്കുന്നത് ഒരു ഉപമ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന വിഷയത്തിൻ്റെ തുടർമാനമായി ആ വിഷയം ഒരു ഉപമയിലൂടെ കർത്താവ് സ്ഥാപിക്കുക. അതായത് നിങ്ങളെന്നെ കർത്താവേ കർത്താവേ എന്ന് പറയുന്നു, പക്ഷെ ഞാൻ നിങ്ങളെ അറിയുന്നില്ല. ആ വിഷയം ഇങ്ങോട്ട് ഒരു ഉപമ പറഞ്ഞങ്ങ് പരിസമാപ്തിയിലോട്ട് വരികയാണ്. അവിടെ കൊണ്ട് ആ പർവ്വത പ്രസംഗം കർത്താവ് അവസാനിപ്പിക്കുകയാണ്. 2 കാര്യങ്ങൾ കർത്താവോടെ പറയുകയാണ്, ഉപമ പറയുകയാണ്. ഒന്ന്, അതായത് വീട് പണിതാർക്ക് 2 പേരെ പറ്റി കർത്താവോടെ പറയും. ഒന്ന്, വചനം കേട്ട് അനുസരിച്ചവർ പണിത വീടും, വചനം കേട്ടിട്ടും അനുസരിക്കാത്തവർ പണിത വീടും. 2 പേരും വീട് പണിതു. ഒരാൾ വചനം കേട്ട് അനുസരിച്ച് പണിത വീട്, രണ്ടാമത്തെ കൂട്ടർ വചനം കേട്ടിട്ടും അനുസരിക്കാതെ പണിത വീട്. ഇപ്പോൾ 2 കൂട്ടരും വചനം കേട്ടു, 2 കൂട്ടരും സത്യം മനസ്സിലാക്കി. ഒരാൾ കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പണിതുന്നു, ഒരാൾ കേട്ടിട്ടും അവഗണിച്ച് പണിതു. അതാണ് ഇവിടത്തെ വിഷയം എന്ന് പറയുന്നത്. 24-ാം വാക്യത്തിൽ കാണുന്നത്, ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകും. അപ്പോൾ എൻ്റെ വചനങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്? 5-ാം അധ്യായം മുതൽ 5, 6, 7 അധ്യായങ്ങളിൽ നീണ്ടു കിടക്കുകയാണ് യേശുക്രിസ്തുവിൻ്റെ പർവ്വത പ്രസംഗം. എൻ്റെ ഈ വചനങ്ങൾ, ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യം. അപ്പോൾ നിങ്ങളുടെ ആത്മീയ ജീവിതമാകുന്ന ഒരു വീട് കെട്ടിപ്പണിയുവാൻ വേണ്ടി ഉള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതിന്മേൽ പണിത മാത്രം മതി. ഇവിടെ ഒരു പ്രത്യേകത എന്ന് കാണുന്നത്, രക്ഷിക്കപ്പെടുവാൻ ആയിരിക്കുന്ന വഴി എന്താണ് എന്ന് കർത്താവ് വ്യക്തമായി പറഞ്ഞു കൊടുത്തു. എങ്ങനെ നിങ്ങളുടെ ആത്മീയ ജീവിതമാകുന്ന വീട് പണിയണം എന്ന് വ്യക്തമായി പറഞ്ഞു മനസ്സിലാക്കി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യത്തെ ഗ്രൂപ്പ് പണി തുടങ്ങി. പക്ഷെ അവരുടെ പണിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, അവർ ഏറ്റവും നല്ലതായ അടിസ്ഥാനം ഇടുവാൻ ഇടയായിട്ടുണ്ട്. അടിസ്ഥാനം എന്ന് പറയുന്നത്, അവരുടെ വീടിൻ്റെ അടിസ്ഥാനം പാറമേലായിരിക്കണമെന്ന് അവർ ആഗ്രഹിച്ചു. പാറമേലായിരിക്കണമെന്ന് ആഗ്രഹിച്ചു. ഇവിടെ പറയുന്ന പാറ എന്ന് പറയുന്നത് പെട്ര എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. അതിന് ബെഡ് റോക്ക് എന്ന, അതായത് പാറകൾ ഇങ്ങനെ അടിയിലിങ്ങനെ വ്യാപിച്ച് കിടക്കുക. പാറ ഭൂമി, അത് മുൾപ്പരപ്പിൻ്റെ അടിയിലായിട്ട് പാറ ഇങ്ങനെ കിടക്കുക. അപ്പോൾ അതിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് പെട്ര എന്ന് പറയുന്നത്. നാം ചെയ്യുന്ന പോലെ വാനമെടുത്ത് അതിനകത്ത് പാറക്കല്ലുകൾ ഇട്ട് പണിതല്ല, മറിച്ച് അവർ ചെയ്തത് വാനമെടുത്ത് പാറ എവിടെ കണ്ടുവോ ആഴത്തോട്ട് ചെന്നിട്ട് പാറ എവിടെ കണ്ടുവോ അവിടെ നിന്നും അവർ പണി ആരംഭിച്ചു. അപ്പോൾ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള, ഒരിക്കലും വഴുതിപ്പോകാത്ത, ഇടിഞ്ഞു വീഴാത്ത ഏറ്റവും നല്ല അടിസ്ഥാനങ്ങളിൽ ചെന്ന് പണി ആരംഭിച്ചു. അപ്പോൾ പണി അല്പം ശ്രമകരമായിരുന്നു, കഠിനാധ്വാനം ആവശ്യമായിരുന്നു. എവിടെയാണ് ഈ പാറക്കെട്ടുകൾ, അവിടെ വരെയും ചെന്നിട്ട് അവിടെ മുതൽ അവർ പണി ആരംഭിക്കുകയാണ്. അപ്പോൾ അവരുടെ ആരംഭം ഏറ്റവും നന്നായിരുന്നു. എന്നാൽ അവിടെ കാണുന്നത്, അവർ പണി കഴിപ്പിച്ചു പൂർത്തിയായി. പക്ഷെ അവിടെ കാണുന്നത്, വന്മഴ പെയ്തു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, വീടിന്മേൽ ഉലച്ചു, നല്ല അടിസ്ഥാനം ആയിരുന്നതുകൊണ്ട് വീട് ഉളഞ്ഞു. അപ്പോൾ ഇത്രയും ആഴമേറിയ അടിസ്ഥാനത്തിൽ വീട് പണിതിട്ടും എന്ത് സംഭവിച്ചു? കാറ്റടിച്ചു, വെള്ളവും പൊങ്ങി, അത് വീടിനെ ശക്തമായി ഉലച്ചു. പക്ഷെങ്കിൽ വീടിനൊന്നും സംഭവിച്ചില്ല, ഒന്നും സംഭവിച്ചില്ല. കാരണം നല്ല അടിസ്ഥാനത്തിന്മേലാണ് അത് നിൽക്കുന്നത്, അതൊരിക്കലും താഴ്ന്നു പോയില്ല. ഇവിടെ പറയുന്ന പാറ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. കാരണം എൻ്റെ ഈ
വചനങ്ങളെ കേട്ട് പണിതവൻ, എൻ്റെ വചനങ്ങളെ കേട്ട് അനുസരിക്കുന്നവൻ പാറമേൽ വീട് പണിയും. അപ്പോൾ ഇവിടെ പാറ എന്ന് കർത്താവ് ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞു വന്നിരുന്ന എൻ്റെ ഈ വചനങ്ങൾ, അഥവാ ദൈവത്തിൻ്റെ വചനം. അതായത് വീട് പണിയുന്നവൻ വചനം നന്നായിട്ട് അവന് ഗ്രഹിച്ചു, നന്നായിട്ട് മനസ്സിലാക്കി. ഈ പാറമേൽ പണിയുക എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനം അനുസരിക്കുക, സുവിശേഷം കേൾക്കുക, മനസ്സിലാക്കുക, അനുസരിക്കുക എന്നുള്ളതാണ് ഇവിടെ പാറമേൽ പണിയുക എന്ന് പറയുന്നത്. 7-ാം അധ്യായത്തിൻ്റെ 24-25 വാക്യങ്ങൾ പറയുന്ന പാറയും മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 18 വരെ ഭാഗത്ത് പറയുന്ന പാറയും ഒന്ന് തന്നെയാണ്. 16-ൽ നാം കാണുന്ന എന്താണ്? ഞാൻ എൻ്റെ സഭയെ പണിയും. ഓക്കെ, ഞാൻ എൻ്റെ സഭയെ പണിയും എന്നവിടെ പറയുകയാണ്. അപ്പോൾ കർത്താവ് അവിടെയും സ്ഥാപിക്കുന്നത് പാറയാണ്, ഇവിടെയും സ്ഥാപിക്കുന്നത് പാറയാണ്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ആത്മരക്ഷയ്ക്ക് കാരണമായി തീരുന്നത് എന്താണ്? സുവിശേഷം കേട്ട് അനുസരിക്കുമ്പോഴാണ്, ദൈവവചനം കേട്ട് അനുസരിക്കുമ്പോഴാണ്, അത് അംഗീകരിക്കുമ്പോഴാണ്, സ്വീകരിക്കുമ്പോഴാണ് അവൻ്റെ ആത്മജീവിതം അവിടെ ആരംഭിക്കണം. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ നിർമ്മലമായിരിക്കുന്ന സുവിശേഷം, കർത്താവിൻ്റെ വചനം എപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ പ്രവർത്തനം ആരംഭിച്ച് അത് കിളിർക്കുവാൻ തുടങ്ങുന്നുവോ അപ്പോൾ തന്നെ നമ്മുടെ ആത്മജീവിതവും അവിടെ കിളിർത്ത് ആരംഭിക്കുകയാണ്. വചനം ഇല്ലാതെ അത് നടക്കുകയില്ല. വേറെ ഒരു മാർഗത്തിലൂടെയും ഒരു മനുഷ്യന് രക്ഷ പ്രാപിക്കാൻ വേണ്ടി കഴിയുകയില്ല. കർമ്മമാർഗത്തിലൂടെയോ ദാനകർമ്മങ്ങൾക്കൂടെയോ ഇങ്ങനെയുള്ള യാതൊരു വിധത്തിലും ഒരു മനുഷ്യന് രക്ഷ പ്രാപിക്കുവാനായിട്ട് കഴിയില്ല. എൻ്റെ ഈ വചനങ്ങളെ കേൾക്കുന്നവർക്ക് മാത്രം. അതുകൊണ്ടാണ് കർത്താവ് ശിഷ്യന്മാരോട് പറയുകയുണ്ടായി, നിങ്ങൾ ഭൂലോകമൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പിക്കും. അപ്പോൾ ഭൂമിയുടെ ഉൾപ്പരപ്പിൽ പാർക്കുന്ന ഏത് ഭൂഖണ്ഡങ്ങളിൽ പാർക്കുന്ന വ്യക്തിയായാലും അവൻ അടിസ്ഥാനമായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ്. നിങ്ങൾ ഭൂലോകമൊക്കെയും പോകണം എന്ന് പറഞ്ഞാൽ അവിടെ വിഭജിക്കുന്ന പ്രത്യേകത എന്ന് വചനം എന്ന് പറയുന്നത് ഈ ഭൂമിയുടെ ഉൾപ്പരപ്പിൽ ഏതെല്ലാം ഭൂഖണ്ഡങ്ങളിൽ എവിടെയെല്ലാം മനുഷ്യരാതി പാർക്കുന്നുണ്ടോ അവിടെയെല്ലാം നിങ്ങൾ എന്തുമായിട്ട് പോകണം? സുവിശേഷവുമായിട്ട് പോകണം. അപ്പോൾ മനുഷ്യവർഗത്തിൻ്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ഒറ്റ ഒരു മാർഗമാണ് കർത്താവ് ഒരുക്കിയിരിക്കുന്നത്. അത് സുവിശേഷം അറിയിക്കുക, സുവിശേഷം കേൾക്കുക എന്നുള്ളതാണ്. എന്നിട്ട് കർത്താവോട് പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്യണം? സകലരെയും എൻ്റെ ശിഷ്യരാക്കി കൊള്ളുവീൻ എന്നാണ്. അപ്പോൾ ദൈവസഭയുടെ ആത്യന്തികമായിരിക്കുന്ന ലക്ഷ്യം എന്ന് പറയുന്നത് സുവിശേഷം അറിയിക്കുക, കേൾക്കുന്നവരെ കർത്താവിൻ്റെ ശിഷ്യന്മാരാക്കി തീർക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇപ്രകാരം പറയട്ടെ, ആത്മരക്ഷയ്ക്ക് ദൈവത്തിൻ്റെ വചനം മാത്രമാണ് നൽകപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ മനുഷ്യൻ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഈ സുവിശേഷം അറിയിക്കുന്നതിലൂടെ, ദൈവവചനം പങ്കുവയ്ക്കുന്നതിലൂടെ എന്താണ് അവർ മനസ്സിലാക്കേണ്ടത്? അതായത് യേശുക്രിസ്തു ആരാണ്, എന്തിന് കർത്താവ് ഈ ഭൂമിയിൽ വന്നു എന്ന് അവർ മനസ്സിലാക്കിയിരിക്കണം. 2, യേശുക്രിസ്തു എന്തു ചെയ്തു എന്ന് അവരറിഞ്ഞിരിക്കണം. 3, യേശുക്രിസ്തു എന്തിനു മരിച്ചു എന്നുള്ളത് അവരറിഞ്ഞിരിക്കണം. യേശുക്രിസ്തുവിൽ കൂടി എന്ത് ലഭിക്കും എന്നതും അവരറിഞ്ഞിരിക്കണം. ഈ യാഥാർത്ഥ്യങ്ങൾ ഒരു മനുഷ്യൻ അറിയണം. ദൈവത്തിൻ്റെ വചനം ബൈബിൾ മൊത്തമായി അറിയണമെന്നില്ല. ആത്മരക്ഷയ്ക്ക് യേശുക്രിസ്തുവിനെ പറ്റി, അവൻ എന്തു ചെയ്തു, അവൻ ആരാണ്, എന്തിനു വന്നു, എന്താണ് പ്രത്യേകത, ഈ സംക്ഷിപ്തമായിട്ടുള്ള സത്യം അംഗീകരിക്കുകയും വിശ്വസിക്കുകയും അത് ഉള്ളിൽ സ്വീകരിക്കുകയും ചെയ്യുമ്പോഴാണ് അവൻ ദൈവത്തിൻ്റെ മകനായി, ദൈവമകളായി തീരുന്നത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ്. അപ്പോൾ അങ്ങനെ അത് നടക്കുമ്പോഴാണ് യഥാർത്ഥമായിട്ടുള്ള ഒരു ശിഷ്യത്വം എന്നത് സംഭവിക്കുന്നത്. കേട്ട് മനസ്സിലാക്കുക മാത്രമല്ല, മറിച്ച് വിശ്വസിച്ച് അനുസരിക്കുകയാണ് ഒരുവൻ ചെയ്യേണ്ടത്. എല്ലാവർക്കും സത്യങ്ങൾ അറിയാം, എല്ലാവരും കേൾക്കുന്നുണ്ട്, അവരെല്ലാവരും മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെങ്കിൽ
ഇത് എത്ര പേര് ഉൾക്കൊള്ളുന്നു, എത്ര പേര് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലെ പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ ക്രിസ്തു ഒരുവൻ്റെ ഹൃദയത്തിൽ വരാതെ അവനൊരിക്കലും യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യൻ ആകുന്നില്ല എന്നുള്ളതാണ്. ക്രിസ്തു ഹൃദയത്തിൽ ജനിക്കണം. അപ്പോൾ ദൈവവചനം അവൻ്റെ ഹൃദയത്തിലും അവൻ്റെ ബുദ്ധിമണ്ഡലത്തിലും പ്രവർത്തിക്കണം. 3 തലങ്ങളിൽ പ്രവർത്തിക്കണം. ഒന്ന്, അവൻ്റെ ബുദ്ധിമണ്ഡലത്തെ സ്വാധീനിക്കണം. 2, വൈകാരിക തലങ്ങളെ സ്വാധീനിക്കണം. 3, അവൻ്റെ തീരുമാനം ഉൾപ്പവറിനെ ബാധിക്കും. ഇതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴാണ് ഒരു തീരുമാനം എടുക്കുവാനായിട്ട് അവനെ ഇടയായിത്തീരുന്നത്. അപ്പോൾ ക്രിസ്തു ഒരുവനിൽ ജനിക്കുമ്പോഴാണ് അവൻ ക്രിസ്തുവിൻ്റെ ശിഷ്യനായിത്തീരുന്നത്. ഇവിടെ വീട് പണികൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരുവൻ തൻ്റെ ആത്മജീവിതം പണിയുക എന്നുള്ളതാണ്. വീട് പണിയുക എന്ന് പറയുമ്പോൾ ഒരുവൻ അവൻ്റെ ആത്മജീവിതം പണി ആരംഭിക്കുക എന്നുള്ളതാണ്. അത് ആചാരങ്ങളിൽ കൂടിയല്ല നടക്കുന്നത്, ചടങ്ങുകളിൽ കൂടിയല്ല നടക്കുന്നത്, അനുഷ്ഠാനങ്ങളിൽ കൂടിയല്ല അത് നടക്കുന്നത്, വികാരങ്ങളിൽ കൂടിയൊന്നും നടക്കുന്ന സംഭവമല്ല, അനുഭവങ്ങൾ കൂടിയുമല്ല, അത്ഭുതങ്ങൾ കൂടിയുമല്ല. മറിച്ച് എങ്ങനെയാണ് ഇത് നടക്കുന്നത്? അതാണ് കർത്താവ് പറഞ്ഞത്, എൻ്റെ ഈ വചനങ്ങളെ കേട്ട് അനുസരിക്കുക. അപ്പോൾ ഒരുവൻ കർത്താവിൻ്റെ വചനം കേൾക്കുന്നു, അനുസരിക്കുന്നു, അംഗീകരിക്കുന്നു, വിശ്വസിക്കുന്നു, സ്വീകരിക്കുന്നു. അപ്പോഴാണ് യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവങ്ങൾ അവനിൽ നടക്കുന്നത്. ക്രിസ്തു എന്ന അടിസ്ഥാന പാറമേൽ അഥവാ അവൻ്റെ വചനത്തിന്മേൽ ആത്മജീവിതം പണിതിരിക്കുന്നതിനാൽ ഒരുവൻ അവൻ്റെ ആത്മജീവിതം ക്രിസ്തുവാകുന്ന പാറമേൽ, അതാ ക്രിസ്തുവിൻ്റെ വചനത്തിന്മേൽ അടിസ്ഥാനമിട്ട് പണിതിരിക്കുന്നതുകൊണ്ട് ഏത് പ്രതിസന്ധികൾ അവൻ്റെ ജീവിതത്തിൽ കടന്നു വന്നാലും അവൻ എല്ലായ്പ്പോഴും തലയുയർത്തി നിൽക്കും എന്നുള്ളതാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. എന്താണോ കാണുവാൻ കഴിഞ്ഞത്? ശക്തമായ കൊടുങ്കാറ്റടിച്ചു, ശക്തമായ മഴ പെയ്തു, പ്രതികൂല സാഹചര്യങ്ങളെല്ലാം നേരിട്ടു, എങ്കിലും അവൻ തലയുയർത്തി നിൽക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം വായിക്കുന്നുണ്ട്, അവൻ്റെ കൊമ്പ് ബഹുമാനത്തോടെ ഉയർന്നിരിക്കും. അവനാണ് ബുദ്ധിമാൻ. ദൈവവചനത്തിന്മേൽ പണിതവനാണ് ബുദ്ധിമാൻ. അവനെ കർത്താവ് വിളിക്കുന്നത് അവനാണ് ബുദ്ധിമാൻ. ആരാണ് ബുദ്ധിമാൻ? നാം ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നുണ്ട്, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്നറിയുവാൻ യഹോവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെയൊക്കെയും നോക്കും. ആരാണ് ദൈവത്തെ അന്വേഷിക്കുന്നവൻ? ആരാണ് വനത്തിന്മേൽ പണി ആരംഭിച്ചിരിക്കുന്നത്? അവനാണ് ബുദ്ധിമാൻ. ദൈവം അവരെ നോക്കുകയാണ്. വേറൊരു ഭാഗത്തും വായിക്കുന്നുണ്ട്, ബുദ്ധിമാൻ്റെ യാത്ര മേലോട്ടാവും. പ്രിയപ്പെട്ടവരെ, കർത്താവിനെ അറിഞ്ഞത് ഒരു ഭാഗ്യമാണ്. കർത്താവിൻ്റെ മക്കളായി ജീവിക്കുന്നത് ഒരു ഭാഗ്യമാണ്. നാം എല്ലാവരെയും നമ്മെപ്പറ്റി കർത്താവ് വിളിക്കുന്നത് ബുദ്ധിമാന്മാർ എന്നുള്ളതാണ്. കാരണം ദൈവത്തിൻ്റെ വചനം നാം സ്വീകരിച്ചു, കർത്താവിനെ ഉള്ളിൽ അംഗീകരിച്ചു, അവനിൽ നാം വളർന്നു വരികയാണ്. നമ്മെ ദൈവം അറിയിക്കുന്നത് നാം ബുദ്ധിമാന്മാർ എന്നുള്ള കാരണം നമ്മുടെ യാത്ര മേലോട്ടാകും. രണ്ടാമതായിട്ട് കാണാൻ കഴിയുന്നത്, ഒരു കൂട്ടർ വചനം കേട്ടിട്ടും അനുസരിക്കാത്തവരായ ആൾക്കാർ വീട് പണിയുന്നു. വചനം കേട്ടു, മനസ്സിലാക്കി, കാര്യങ്ങളൊക്കെ ഗ്രഹിച്ചു, പക്ഷേ അനുസരിക്കാതെ ഇരിക്കുന്നു. അവരും എന്ത് ചെയ്യുന്നു? വീട് പണി ആരംഭിച്ചേക്കുന്നു. 24-ാം വാക്യത്തിൽ, എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെയും മണലിൽ മേൽ വീട് പണിത് മനുഷ്യനോട് തുല്യനാകും. ഇവരുടെ പണി എവിടെ ആരംഭിച്ചിരിക്കുന്നത്? കേവലം മണലിൽ മേലാണ് അവർ പണി ആരംഭിച്ചിരിക്കുന്നത്. അവിടെ കാണുന്നത്, വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീടിന്മേൽ അലച്ചു, അത് വീണു, അതിൻ്റെ വീഴ്ച വലിയതായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇവർക്ക് അറിയത്തില്ലായിരുന്നോ കാറ്റടിച്ചാലും മഴ പെയ്താലും വീഴുമെന്ന്? ഏകദേശം കാലാവസ്ഥയെപ്പറ്റിയും ഭൂപ്രകൃതിയെപ്പറ്റി അറിവുള്ളവരാണല്ലോ. ഇത് അപകടമാണെന്നറിയാം, ഇതിങ്ങനെയല്ല പണി നടത്തേണ്ടെന്ന് അവർക്ക് നന്നായിട്ടറിയാം, എല്ലാം അറിയാം. പക്ഷേ എന്തുകൊണ്ട് അവർ മണലിന്മേൽ ആരംഭിച്ചു? സ്വാർത്ഥത, തന്നിഷ്ടം, അവരുടെ ആയിരിക്കുന്ന ഐഡിയോളജി, അവരുടെ ഫിലോസഫി,
അവരുടെ ഇഷ്ടം, സ്വന്തം താല്പര്യം, അങ്ങനെ അവർ ആരംഭിക്കുക. ഇവിടെ കാണുന്ന പ്രത്യേകതകൾ, ഈ മനുഷ്യരും വചനം കേട്ടു, അവർ കേട്ടത് മനസ്സിലാക്കി, അവർ കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവരും വീട് പണി ആരംഭിച്ചു. പക്ഷേ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണോ വീട് പണി തുടങ്ങിയത്? ആണോ? അവർ കർത്താവിൻ്റെ വചനം കേട്ട് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണോ? അല്ല. മനസ്സിലാക്കിയെന്നുള്ളത് ശരിയാണ്, ആ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലല്ല വീട് പണി ആരംഭിച്ചിരിക്കുന്നത്. അവരെവിടെ ആരംഭിച്ചത്? മണൽമേൽ പണി ആരംഭിച്ചു. പാറയാണ് ഒരു വീടിൻ്റെ അടിസ്ഥാനം ഏറ്റവും നല്ലതെന്ന് വസ്തുത അറിയാം, എങ്കിലും അത് ചെയ്യുവാനായിട്ട് അവർ തയ്യാറായില്ല. കാരണം എന്താണ്? മനഃപൂർവ്വം വേണ്ട എന്ന് വിചാരിച്ചു. അവർ തീരുമാനിച്ചു, എൻ്റെ വീടിൻ്റെ അടിസ്ഥാനമൊന്നും വേണ്ട. ശക്തമായി കാറ്റടിച്ചു, ശക്തമായി ഉലച്ചു, അത് വീണു. കഴിഞ്ഞ തിങ്കളാഴ്ച 19-ാം തീയതി മലപ്പുറത്ത് കൂരിയാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഉച്ചയ്ക്ക് 19-ാം തീയതി ഉച്ചയ്ക്ക് 2:30 ആയപ്പോൾ നാഷണൽ ഹൈവേ 66-ൻ്റെ ഒരു ഭാഗം ഇങ്ങനെ തകർന്നു പോയി. നാം എല്ലാവരും കണ്ടു. അന്ന് വെളുപ്പിനെ 5:30 ആയപ്പോൾ ഞങ്ങൾ 3 പേരും കണ്ണൂരിൽ നിന്ന് യാത്ര തിരിച്ച് ഈ റോഡിൽ കൂടിയാണ് കടന്നു വന്നത്. 2:30 ആയപ്പോൾ ആ റോഡ് തകർന്നു. വീട്ടിൽ വൈകിട്ട് വന്നപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട്, നിങ്ങളുടെ വഴിയാത്രയിൽ പ്രശ്നമൊന്നുമില്ലായിരുന്നോ? റോഡ് തകർന്നു പോയിട്ട് പ്രശ്നമൊന്നുമില്ലായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. അതിൻ്റെ വീഡിയോ ഒക്കെ നാം കാണുന്നുണ്ട്. എത്ര ഭയാനകമായിരിക്കുന്ന വീഴ്ചയാണ്. എത്രയോ കോടികൾ മുടക്കി ഉണ്ടാക്കിയതായിരിക്കുന്ന റോഡാണ്. അതിനെപ്പറ്റി പറയുന്നത് അശാസ്ത്രീയമായിട്ടൊക്കെയാണ് പണിതത്. അറിയാവുന്നവരും നാട്ടുകാരും ഒക്കെ വന്ന് അവരുടെ ആയിരിക്കുന്ന അഭിപ്രായങ്ങൾ പറഞ്ഞു, ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, ഈ പ്രദേശം ഇങ്ങനെയുള്ളതാണ് ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടും ഞങ്ങളിത് എത്ര ചെയ്തതാണ് എന്ന് പറഞ്ഞ് നിസ്സാരമായി കാണുകയുണ്ടായി. വലിയ ഭയാനമായിരിക്കുന്ന ഒരു അവസ്ഥയാണ് അവിടെ കാണാൻ കഴിയുന്നത്. പലരും ഉപദേശിച്ചു, പക്ഷെങ്കിൽ ഉപദേശങ്ങളെ ഒന്നും അവർ വില കൊടുത്തില്ല. ഇവിടെ ഈ മനുഷ്യരും പണി ആരംഭിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർ വന്ന് പണി കണ്ടപ്പോൾ പറഞ്ഞാണ്, ഇങ്ങനെയല്ല പണി ചെയ്യേണ്ടത്, ഇങ്ങനെയല്ല വീട് പണിയേണ്ടത്, ഉപദേശങ്ങളൊക്കെ കൊടുത്തു. പക്ഷെങ്കിൽ സ്വാർത്ഥത, സ്വന്തം ഇഷ്ടപ്രകാരം, സ്വന്തം സഫലീകരണത്തിനായിട്ട്, സ്വന്തം താല്പര്യത്തിന്, സ്വയം പര്യാപ്തതയ്ക്ക് വേണ്ടി, സ്വയം സമൃദ്ധിക്ക് വേണ്ടി, സ്വയം നീതിക്ക് വേണ്ടി അവർ വാദിച്ചു. അവർ പറഞ്ഞു, ഇത് മതി. ഇങ്ങനെയാണ് അവർ പണി ആരംഭിച്ചത്. ഇവരെ ബൈബിൾ വിളിക്കുന്നത് എന്താണ്? ബുദ്ധിഹീനർ എന്നാണ്. കർത്താവ് ബുദ്ധി പറഞ്ഞു കൊടുത്തു, അവരെല്ലാം കേട്ടു, എല്ലാം മനസ്സിലാക്കി. ഇവരെ കർത്താവ് പറയുന്നത് ബുദ്ധിഹീനർ എന്നാണ്. ഈ കൂട്ടർക്ക്, ഇങ്ങനെയുള്ള ആൾക്കാർക്ക് എല്ലായ്പ്പോഴും ന്യായങ്ങൾ പറയാനായിട്ട് കഴിയും. നമുക്കവരെയൊക്കെ കാണാൻ കഴിയും. കർത്താവ് പല സന്ദർഭങ്ങളായിട്ട് ആൾക്കാരെ വിളിച്ചു, അവരോടൊക്കെ സംസാരിച്ചു. ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് നിത്യവും പ്രാപിക്കേണ്ടത് എന്നൊക്കെ കർത്താവ് പറഞ്ഞു കൊടുത്തു. അതെല്ലാം മനസ്സിലാക്കിയിട്ട് പല ഘട്ടങ്ങളായിട്ട് പലരെ കർത്താവ് വിളിക്കുന്നുണ്ട്. ഒരിക്കൽ കർത്താവ് ഒരു മനുഷ്യനെ വിളിച്ചു. നീ എൻ്റെ പിന്നാലെ വരാൻ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞത്, എനിക്കെൻ്റെ അപ്പനെ കുഴിച്ചിടണം, കുഴിച്ചിട്ട് ഞാൻ വരാം എന്ന് പറഞ്ഞു. അപ്പനെ എന്നാ കുഴിച്ചിടേണ്ടത്? അപ്പനെന്നാ മരിക്കുന്നത്? അപ്പൻ പ്രായമാകണം, കിടപ്പിലാകണം, രോഗിയായി തീരണം, ഒരിക്കൽ മരിക്കണം, മരിച്ചു കഴിഞ്ഞ് അടക്കണം, അടക്കം ചെയ്ത ശേഷം കർമ്മങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വരാം. വരത്തില്ല എന്ന് ഞാൻ പറഞ്ഞില്ല, ഞാൻ വരാം. പക്ഷേ എൻ്റെ അപ്പം മരിക്കാൻ വേണ്ടി നോക്കിയിരിക്കുക. ഇവൻ പോയില്ല. രണ്ടാമത്തനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ എന്നെ നിയമിക്കാൻ വരണമെന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞത്, ഞാൻ അടുത്ത സമയത്താണ് കല്യാണം കഴിച്ചത്, ഞങ്ങൾക്ക് ഒത്തിരി യാത്ര ചെയ്യുവാനുണ്ട്, ഹണിമൂണൊക്കെ ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്, സംസാരിക്കുവാനായിട്ട് ഒത്തിരി സമയം വേണം. അതുകൊണ്ട് വരത്തില്ല എന്ന് ഞാൻ പറയുന്നില്ല, വരാം, പക്ഷെങ്കിൽ ഇപ്പോൾ ഞങ്ങൾക്ക് സമയമില്ല. വേറൊരുത്തനെ വിളിച്ചപ്പോൾ അവൻ പറഞ്ഞത്, അടുത്ത സമയത്താണ് അല്പം സ്ഥലം ഞാൻ വാങ്ങിച്ചത്, അതിനകത്തെല്ലാം കാട് കയറി കിടക്കുകയാണ്, പുല്ലുവെട്ടി കൊണ്ടുവന്നിട്ട് അവിടെ ഒരുപാട് പണി ചെയ്യാനുണ്ട്, കൃഷി ഇറക്കുവാനുണ്ട്, അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വരാം. വരത്തില്ല എന്ന് പറയുന്നില്ല, ഞാൻ വരാം, പക്ഷെങ്കിൽ ഇതൊക്കെ ഒന്ന് ഒതുക്കി തീർത്തിട്ട് ഞാൻ വരാം. വേറെ ഒരുത്തനെ വിളിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ അടുത്ത സമയത്ത് 5 ജോഡി കാളകളെ വാങ്ങിച്ചിട്ടുണ്ട്, അതിനെയൊക്കെ ഒന്ന് മെരുക്കി ഒതുക്കി ഒന്ന് ട്രെയിൻ ചെയ്ത്
ഉപയോഗത്തിന് ആയിത്തീരുന്ന നിലയിൽ ഒരുക്കിയെടുക്കണം. അല്പസമയം വേണം. വരത്തില്ല എന്ന് പറയുന്നില്ല, ഞാൻ വരാം, പക്ഷേ ഇതിനെ ഒന്ന് ഒതുക്കിയിട്ട് ഞാൻ വരാം. വേറൊരുത്തരോട് വിളിച്ചപ്പോൾ അവൻ പറഞ്ഞത്, ഞാൻ വീട്ടിൽ ചെന്ന് എല്ലാവരോടും ചോദിച്ചിട്ട് വരാം. അപ്പോൾ ഇവരെ ഓരോരോ എക്സ്ക്യൂസസാണ് പറഞ്ഞത്. കർത്താവിൻ്റെ പിന്നാലെ വരുവാനായിട്ട്, അവൻ്റെ ശിഷ്യനായി തീരുവാനായിട്ട് ആഹ്വാനം കൊടുത്തിട്ട്, വിളിച്ചിട്ട്, ക്ഷണിച്ചിട്ട് ഓരോരുത്തർക്കും ഓരോരോ എക്സ്ക്യൂസ്. വേറൊരുത്തൻ ആരും വിളിക്കാതെ കർത്താവിൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, കർത്താവേ കർത്താവേ, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കും എന്ന് പറഞ്ഞു. അതിനകത്ത് എന്തെങ്കിലും അപാകത കാണുന്നുണ്ടോ? നല്ല മനസ്സാക്ഷിയല്ലേ? എവിടെ പോയാലും ഞാൻ നിന്നോട് കൂടെ വരാം. നല്ല തീരുമാനം, ഉറച്ച തീരുമാനം. കർത്താവ് എന്നോട് മറുപടി പറയുന്നത്, കുറുനരികൾക്ക് കുഴിയും ആകാശത്തിലെ പറവുകൾക്ക് കൂടുമുണ്ട്, മനുഷ്യപുത്രനോ തലയായിപ്പാൻ ഇടമില്ല. അവനെ അവിടെ കണ്ടതല്ലാതെ പിന്നൊരിടത്തും കാണുവാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇവരാരും യഥാർത്ഥമായ കർത്താവിനെ അനുധാവനം ചെയ്യുവാൻ കഴിഞ്ഞില്ല. നാം ഈ ഭാഗത്തോട്ട് കടന്നു വരുമ്പോൾ 2 മനുഷ്യരെ വീട് പണിയുകയാണ്. ഒന്നാമത്തവൻ ബുദ്ധിമാൻ, രണ്ടാമത്തവനെ ബുദ്ധിഹീനൻ എന്ന് പറയും. 2 പേർക്കും ഒരുപോലെ പ്രതിസന്ധി നേരിട്ടു. വിശ്വാസിക്ക് മാത്രമല്ല, അവിശ്വാസിക്കും സകലർക്കും ഒരുപോലെ പ്രതിസന്ധി നേരിട്ടു. പക്ഷേ പ്രതിസന്ധി വിശ്വാസിയുടെ നേരെ കടന്നു വന്നെങ്കിലും നല്ല അടിസ്ഥാനമായിരുന്നതുകൊണ്ട്, ക്രിസ്തുവിൽ അടിസ്ഥാനം ഉണ്ടായിരുന്നതുകൊണ്ട്, യഥാർത്ഥ സത്യവചനത്തിന്മേൽ ആണ് അവൻ്റെ ആത്മീയ ജീവിതം അവൻ കെട്ടിപ്പടുത്ത് ഉയർത്തിയത് കൊണ്ട് എല്ലാ പ്രതിസന്ധി വന്നപ്പോഴും തളർന്നു പോകാതെ അവൻ തലയുയർത്തി നിന്നു. മറ്റവനോ സ്വാർത്ഥനും തന്നിഷ്ടക്കാരനുമായിരിക്കുന്നതുകൊണ്ട് അവനിതുപോലെ പ്രശ്നങ്ങൾ വന്നപ്പോൾ പെട്ടെന്ന് തകർന്നു പോകാൻ ഇടയായെത്തുന്നു. പ്രിയപ്പെട്ടവരെ, ഞാനൊരു കാര്യം ഓർപ്പിക്കട്ടെ. ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന സകല മനുഷ്യരും ഇത്തരത്തിലുള്ള കൊടുങ്കാറ്റുകളെ നേരിടേണ്ടവരാണ്. അവിശ്വാസിയും വിശ്വാസിയും, ഭക്തനും അഭക്തനും സകലരും കൊടുങ്കാറ്റുകളെ നേരിടുവാൻ വിളിക്കപ്പെട്ടവരാണ്. ഇസ്രായേൽ ജനം മിസ്രൈമിലായിരുന്നപ്പോൾ അവിടെ കാണാൻ കഴിഞ്ഞത്, സകല വീടുകളെയും സന്ദർശിച്ച് സംഹാരദൂതൻ ഒരു കൊടുങ്കാറ്റായി കടന്നു പോയപ്പോൾ അവിടെ കാണുവാൻ കഴിഞ്ഞത്, രക്തം തളിച്ചിരിക്കുന്ന വീടുകൾ എല്ലാം സുരക്ഷിതരായി തീർന്നു എന്ന് കാണാൻ കഴിയുന്നു. എല്ലാ കാലഘട്ടങ്ങളിലും ഇത്തരത്തിലായിരിക്കുന്ന കൊടുങ്കാറ്റുകൾ വീശിയടിക്കും. എന്നാൽ രക്തം തളിച്ചിരിക്കുന്നത് കൊണ്ട് സംഹാരദൂതൻ കടന്നുപോയി. നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനെയുള്ള അനുഭവം കടന്നു വരുന്നില്ല? കാരണം ഈ കുഞ്ഞാടിൻ്റെ രക്തത്താൽ നമ്മുടെ അങ്കികൾ കഴുകി വെളുപ്പിച്ചിരിക്കുക. നമ്മുടെ രക്ഷ എന്ന് പറയുന്നത് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ രക്തത്താലുള്ള രക്ഷയാണ്. ഇത് നമ്മുടെ പാപങ്ങളെല്ലാം കഴുകിക്കളഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ആയിരിക്കുന്നതുകൊണ്ട് നമുക്ക് സംരക്ഷണം, നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ആത്മീയ മനുഷ്യന് ദൈവം സംരക്ഷണം നൽകിയിരിക്കുകയാണ്. 2 കൂട്ടർ ഒരുപോലെ കൊടുങ്കാറ്റിനെ അഭിമുഖീകരിച്ചു. എന്നാൽ ബുദ്ധിമാൻ പണിത വീടിന് ഒന്നും സംഭവിച്ചില്ല. കാരണം അവൻ്റെ അടിസ്ഥാനം ക്രിസ്തുവിലായിരുന്നു. ബുദ്ധിഹീനായ മനുഷ്യനും വീട് പണിതു. അവൻ്റെ വീട് കൊടുങ്കാറ്റിൽ തകർന്നുപോയി, അവൻ്റെ ജീവിതം തകർന്നുപോയി. കാരണം അവൻ്റെ അടിസ്ഥാനം അവൻ്റെ തത്വശാസ്ത്രങ്ങളിന്മേലായിരുന്നു. നാം അവസാനം വായിക്കുന്നത്, ആ വീഴ്ച വലിയതായിരുന്നു. കഴിഞ്ഞ ദിവസം സംഭവിച്ചതുപോലെ അതിൻ്റെ വീഴ്ച വലിയതായിരുന്നു. ലോകത്തിൽ എത്രയോ വൻകിട കെട്ടിടങ്ങൾ തകർന്നു വീഴുന്നു, എത്രയോ വീടുകൾ തകർന്നു വീഴുന്നു, ബഹുനില കെട്ടിടങ്ങൾ തകർന്നു വീഴുന്നു. അതിൻ്റെയൊക്കെ വീഴ്ച വലിയതാണ്. എത്ര വ്യക്തമായിട്ടാണ് കർത്താവ് പറയുന്നത്. ദൈവത്തെ മറന്ന്, ദൈവത്തെ അവഗണിച്ചുകൊണ്ട്, ദൈവത്തെ തിരസ്കരിച്ച്, ദൈവവചനത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് യാത്ര ചെയ്താൽ നിനക്ക് ഐശ്വര്യവും സമൃദ്ധിയെല്ലാം ഉണ്ടാവും, നിനക്ക് വളർച്ച ഉണ്ടാവും, നീയും കെട്ടിപ്പടുക്കും. പക്ഷെ ഒരു ഉറപ്പാണ്, അത് നിലംപൊത്തുവാൻ പോവുകയാണ്. കാരണം കർത്താവിൽ അടിസ്ഥാനമില്ലാത്തതുകൊണ്ട് ശക്തമായ കൊടുങ്കാറ്റ് വരുമ്പോൾ താഴ്ന്നു പോകും.
അങ്ങനെ നിൻ്റെ ജീവിതം തകർന്നു പോകുന്നുവെങ്കിൽ അവിടെ കർത്താവ് പറയുന്നത് ആ വീഴ്ച വലിയതായിരുന്നു, അത് ഭയാനകമാണ്. അവിടെ ആർക്കും രക്ഷിപ്പാനായിട്ട് സാധിക്കുകയില്ല. 50-ാം സങ്കീർത്തനത്തിൻ്റെ 22-ാം വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നുണ്ട്, ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവേൻ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും, വിടുവിപ്പാൻ ആരും ഉണ്ടാവുകയില്ല. കർത്താവിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തെ കാലാകാലങ്ങളായി കർത്താവായ യേശുക്രിസ്തുവിനെ അംഗീകരിപ്പാൻ, ദൈവത്തിൻ്റെ വചനം അംഗീകരിപ്പാൻ, ദൈവത്തിൻ്റെ വചനത്തെ ഉൾക്കൊള്ളുവാൻ, സ്വീകരിപ്പാൻ, കർത്താവിനെ ഉള്ളിലോട്ട് ക്ഷണിപ്പാൻ തക്കോണം ലഭിച്ച ആ ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ദൈവമക്കളായ തീർന്ന് നമ്മുടെ ആത്മജീവിതം ക്രിസ്തുവാകുന്ന പാറമേൽ നിന്നുകൊണ്ട്, ക്രിസ്തുവിൻ്റെ വചനത്തിൽ നിന്നുകൊണ്ട് കെട്ടിപ്പടുക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കുന്നതിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അതുകൊണ്ട് എത്ര കൊടുങ്കാറ്റടിച്ചാലും എത്ര ഭയാനകമായ അന്തരീക്ഷം ഉണ്ടായാലും ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ ആത്മീയ മനുഷ്യനെ ഒരിക്കലും അത് ബാധിക്കുകയില്ല. നാം കർത്താവിൽ സുരക്ഷിതരാണ്, നമ്മളെല്ലാവരും കർത്താവിൻ്റെ കരങ്ങളിൽ സുരക്ഷിതരാണെന്നുള്ളതായിരിക്കുന്ന വലിയ ഒരു പ്രോമിസാണ്, വാഗ്ദത്തമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ആ വാഗ്ദത്തത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ശിഷ്ടമുള്ള നാളുകൾ നമ്മുടെ ആത്മീയ ജീവിതം കെട്ടിപ്പടുക്കാം. കർത്താവ് നമ്മെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.